വേനലവധി കഴിയാറായതോടെ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പൂർത്തിയായി. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും NCC, NSS സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഓരോ സ്കൂളുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്ലാസ് മുറികൾ കഴുകി വൃത്തിയാക്കിയും സ്കൂൾ പരിസരങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി ശുചീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി സ്കൂളുകളിൽ തകൃതിയാണ്. സഹായത്തിനായി നാട്ടുകാരും ഒപ്പമുണ്ട്. പുതുതായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ അന്തരീക്ഷം ഒരുക്കുന്നതിനായി എല്ലാവരും കൈമെയ് മറന്നുള്ള പ്രവൃത്തികളിലാണ്. സ്കൂളിലും പരിസരത്തും അപകടകരമായ നിലയിൽ മരങ്ങളോ മരച്ചില്ലകളോ ഉണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവൃത്തികളും സ്കൂളുകളിൽ നടന്നുവരുന്നുണ്ട്. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടക്കുന്നു. സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കുവാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ ശുചിമുറികളും വൃത്തിയാക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. കുടിവെള്ള ടാങ്ക്, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയും ശുചീകരിക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ അടുക്കള, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവയും ശുചീകരിക്കുന്ന പ്രവൃത്തികളും ഊർജിതമാണ്. ഇത്തരത്തിൽ എല്ലാ ശുചീകരണ പ്രവൃത്തിയും പൂർത്തീകരിച്ച് പ്രവേശനോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പൂർത്തിയായി വരുന്നു. 2026-27 അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ജൂൺ 1-ന് GHS ചെമ്മനാടിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. PTA, MPTA, SMC, പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ NCC, JRC, അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും എല്ലാം നടന്ന് കഴിഞ്ഞു. ഏറ്റവും ഭംഗിയായി ഈ ഒരു അധ്യയന വർഷം മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.